ജന്മമരണ ചക്രങ്ങളിലൂടെ യുഗാന്തരങ്ങളിലൂടെയുള്ള നമ്മുടെ ജീവിത പ്രയാണത്തിൽ ധർമ്മഗ്ലാനി സംഭവിച്ചപ്പോഴെല്ലാം പ്രവാചകരുടെയും പുണ്യപുരുഷന്മാരുടെയും അവതരണങ്ങൾ സംഭവിച്ചിരുന്നു. എന്നാൽ ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിച്ചിരിക്കുന്ന ഈ കലിയുഗ അന്ധകാരത്തിൽ ധർമ്മ പുനർസ്ഥാപനയ്ക്കായി സർവരുടെയും നാഥനും കാലത്രയേശനും ലോകത്രയേശനും അയോനിജനുമായ പ്രകാശമയ പരംപിത പരമാത്മാവ് 1936 പ്രജാപിത ബ്രഹ്മാവിലൂടെ ഗീതാജ്ഞാനത്തെ പുനരുജ്ജീവിപ്പിക്കുവാൻ രാജസ്വ അശ്വമേധ അവിനാശി രുദ്രഗീതാജ്ഞാനയജ്ഞം ആരംഭിച്ചു. ജീവാത്മാക്കൾക്ക് ജ്ഞാനം പകർന്നു നൽകി ധ്യാനം അഭ്യസിപ്പിച്ച് അധർമ്മം നിറഞ്ഞ കലിയുഗത്തെ ധർമ്മം പുലരുന്ന സത്യയുഗമാക്കി മാറ്റുവാൻ ഭഗവാൻ തേര് തെളിക്കുന്ന മഹത്തായ ആധ്യാത്മിക വിദ്യാലയം വിശ്വപരിവർത്തന യജ്ഞത്തിൽ മുഴുകിയിരിക്കുന്നു. ഈ കൽപ്പാന്തവേളയിൽ ഭഗവാൻ പകർന്നു നൽകിയ ദിവ്യജ്ഞാനാമൃതത്തെ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. ഗീതാമൃതം. ഓം ശാന്തി. ഭാരതോ പഞ്ചവേദസ്യ, 5ാമത്തെ വേദമാണ് ഭാരതം. അത്രത്തോളം പ്രാധാന്യമുണ്ട് മഹാഭാരതത്തിന്. മഹാഭാരതത്തിന്റെ ഏറ്റവും മധ്യഭാഗത്താണ് ഗീതയുടെ സ്ഥാനം. ശ്രീമദ് ഭഗവത്ഗീത സർവശാസ്ത്രമയി എന്നാണ് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത്. വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ തുടങ്ങിയ സർവഗ്രന്ഥങ്ങളുടെയും സാരമാണ് ശ്രീമദ് ഭഗവത്ഗീത. ശ്രീമദ് ഭഗവത്ഗീതയുടെ ഏറ്റവും മധ്യഭാഗത്താണ് രാജയോഗം. 18 അധ്യായങ്ങളുള്ള ഗീതയിൽ 9ാമത്തെ അധ്യായമാണ് രാജയോഗം. രാജയോഗം പറയാൻ വേണ്ടിയാണോ മഹാഭാരതം രചിക്കപ്പെട്ടത് എന്ന് തോന്നും. ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് വേണ്ടി മാത്രമാണ് മഹാഭാരതം എഴുതിയത് എന്ന് തോന്നും മഹാഭാരതം സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ. ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ കാര്യമായിട്ടുള്ള പങ്കുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഭാരതത്തിലെ സ്വാതന്ത്ര്യ സേനാനികളെ ജയിലിൽ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ ഭാരതത്തിന്റെ എല്ലാ ജയിലുകളിലും ശ്രീമദ് ഭഗവത്ഗീതയുടെ അധ്യയനവും പ്രഭാഷണങ്ങളും നടന്നിരുന്നു. അതിലൂടെയാണ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ട പ്രചോദനം ഭാരതത്തിലെ സേനാനികൾ, ദേശഭക്തന്മാർ നേടിയെടുത്തത്. ചിക്കാഗോ കോൺഫറൻസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വിവേകാനന്ദ സ്വാമി എത്തിയപ്പോൾ അവിടെ കണ്ടത് ബൈബിളും മറ്റ് ഗ്രന്ഥങ്ങളും എല്ലാം മുകളിൽ വെച്ചിട്ടുണ്ട്. ശ്രീമദ് ഭഗവത്ഗീത ഏറ്റവും താഴെയായിരുന്നു. അത് അപ്രസക്തമാണ് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു എന്ന് മനസ്സിലാക്കിയ വിവേകാനന്ദ സ്വാമി താഴെന്ന് ഗീത വരച്ചപ്പോൾ എല്ലാ ഗ്രന്ഥങ്ങളും താഴെ വീണു. അദ്ദേഹം പറഞ്ഞു, ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? ശ്രീമദ് ഭഗവത്ഗീത എല്ലാ ശാസ്ത്രങ്ങളുടെയും അസ്ഥിവാരമാണ് എന്നാണ്. സൗത്ത് ആഫ്രിക്കയിലായിരുന്നപ്പോൾ ഒരിക്കൽ ഗാന്ധിജി ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യായിരുന്നു. ആ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ഒരു വെളുത്ത വർഗ്ഗക്കാരൻ ഗാന്ധിജി കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് ആ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്നും സാധാരണ കമ്പാർട്ട്മെന്റിലേക്ക് പോകണം എന്നും നിർബന്ധിച്ചു. ഗാന്ധിജി പറഞ്ഞു, ഞാൻ ഫസ്റ്റ് ക്ലാസ് ട്രെയിനിന്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, എനിക്ക് ഈ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് ഗാന്ധിജി പല പ്രാവശ്യം പറഞ്ഞു. പക്ഷെ ആ വെളുത്ത വർഗ്ഗക്കാരൻ സമ്മതിച്ചില്ല. കറുത്ത വർഗ്ഗക്കാരായ നിങ്ങൾക്ക് വെളുത്ത വർഗ്ഗക്കാരുടെ ഒപ്പം യാത്ര ചെയ്യാൻ പാടില്ല, ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞു. ഗാന്ധിജി സമ്മതിച്ചില്ല. അപ്പോൾ ഒരു സ്റ്റേഷനിൽ വണ്ടി നിന്നു. TTR വണ്ടി കയറി വന്നു. ഗാന്ധിജിയെ വലിച്ചെഴച്ച് കമ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് തള്ളിവിട്ടു. അദ്ദേഹത്തിന് ചെറിയൊരു ബ്രീഫ് കേസ് ഉണ്ടായിരുന്നു, അതും എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് എറിഞ്ഞു. ഗാന്ധി നോക്കി നിൽക്കെ വണ്ടി പ്ലാറ്റ്ഫോം വിട്ട് പോയി. ആ നിസ്സഹായ അവസ്ഥയിൽ ഗീതയിലെ മന്ത്രങ്ങളാണ് അദ്ദേഹത്തിന് സമാധാനം പകർന്നത് എന്ന് അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരോ വൃദ്ധന്മാരോ സ്ത്രീകളും പുരുഷന്മാരും വിദ്യാർത്ഥികളും അധ്യാപകന്മാരും തുടങ്ങിയ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്കും ഗീത മനോബലം പകർന്നിട്ടുണ്ട് എന്ന് ചരിത്രം തിരിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും.
കർമ്മവാസനകളാണ് ജന്മമരണ ചക്രത്തിന് കാരണം. ദിവ്യ ഗുണങ്ങൾ, ആസുരീയ ഗുണങ്ങൾ എന്നിങ്ങനെ കർമ്മവാസന 2 തരത്തിലുണ്ട്. ആസുരീയ വാസനകൾ അധികമുള്ളവർ പാപകർമ്മങ്ങൾ ചെയ്ത് അധപ്പതിച്ചുകൊണ്ടിരിക്കും. പാപകർമ്മത്തിന്റെ ഫലമായി ഓരോ ജന്മത്തിൽ അവർക്ക് ദുഃഖം കൂടിക്കൂടി വരും. സംസ്കാരം കൂടുതൽ മോശമാകുകയും ചെയ്യും. സാധന ചെയ്ത് ദൈവത്തെ ഓർമ്മിച്ച് ഇന്ദ്രിയങ്ങളുടെ മേലെ നിയന്ത്രണം കൊണ്ടുവന്ന് ജ്ഞാനം ആർജിച്ച് അവർ തന്നെ പരിവർത്തനപ്പെടുത്തിയെടുക്കണം. ശുഭവാസനകൾ അധികമുള്ളവരെയാണ് ദൈവീവർഗത്തിലുള്ളവർ, സാത്വികതയുള്ളവർ എന്ന് പറയുന്നത്. ശുഭവാസനകളുള്ളവരുടെ പ്രതീകമാണ് പാണ്ഡവന്മാർ. ആസുരീയ വാസനകൾ ഉള്ളവരുടെ പ്രതീകമാണ് കൗരവന്മാർ. ഈശ്വരനാണ് നമ്മുടെ ലക്ഷ്യം. സത്യവും ധർമ്മവുമാണ് അതിലേക്കുള്ള പാത. ശുഭവാസനകളെ വളർത്തി സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാതയിലൂടെ നടക്കുന്നവർക്കും ഇടയ്ക്ക് ദുഃഖം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സത്യത്തിന്റെ പാതയിലൂടെ നടക്കുന്നവർക്ക് പരീക്ഷകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ജ്ഞാനത്തിന്റെ അഭാവമാണ് ദുഃഖത്തിന് കാരണം. അർജുനന്റെ വിഷാദം ഇത്തരത്തിലുള്ളതാണ്. അജ്ഞതയാണ് അർജുനന്റെ വിഷാദത്തിന് മുഖ്യ കാരണം. ആ സമയത്ത് ഒരു നല്ല സദ്ഗുരുവിനെ കിട്ടുകയാണെങ്കിൽ അവർ വീണ്ടും നേരായ പാതയിലൂടെ നടക്കും. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാതയിലൂടെ നടന്ന് ദൈവത്തിൽ എത്തിച്ചേരുക എന്നതാണ് മാനവജന്മത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം. ശുഭവാസനകളുള്ളവർ, പാണ്ഡവന്മാരെ പോലെയുള്ളവർക്കും പരീക്ഷകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ദുഃഖം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ദുഃഖം വരുമ്പോൾ ജ്ഞാനം ആർജിച്ച് സദ്ഗുരുവിന്റെ സഹായം തേടി വീണ്ടും സത്യത്തിന്റെ വഴിയിൽ കൂടെ തന്നെ പുരോഗമിക്കുകയാണ് വേണ്ടത്. സദ്ഗുരുവിന്റെ അഭാവം 2 തരത്തിൽ അവരെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ നൈഷ്കർമ്മണ്യം. അർജുനന് സംഭവിച്ചത് അതാണ്. അമ്പും വില്ലും താഴെ വെച്ച് ഞാൻ സന്യസിക്കാൻ പോവാണ് എന്നാണ് അർജുനൻ പറഞ്ഞത്. അല്ലെങ്കിൽ മദ്യപാനം, അല്ലെങ്കിൽ ആലോചിച്ച് മനോരോഗം, അല്ലെങ്കിൽ ഭ്രാന്ത്. ഇങ്ങനെയാണ് അവരുടെ ജീവിതം അവസാനിക്കുക. ഇതെല്ലാം അവർക്കും ദുഃഖമാണ്, അവരെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവർക്കും ദുഃഖമാണ്. അതിനു പകരം ആ സമയത്ത് അവർക്ക് ജ്ഞാനം കിട്ടുകയാണെങ്കിൽ ആ ജ്ഞാനത്തിന്റെ ആധാരത്തിൽ അജ്ഞതയെ അകറ്റി വീണ്ടും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാതയിലൂടെ മുന്നോട്ട് പോയി ജന്മോദ്ദേശം കൈവരിക്കാൻ അവർക്ക് സാധിക്കും. ശ്രീമദ് ഭഗവത്ഗീത ഇവിടെയാണ് ഊന്നൽ നൽകുന്നത്. അതിനുള്ള പ്രചോദനമാണ് ശ്രീമദ് ഭഗവത്ഗീതയിലൂടെ മാനവകുലത്തിന് ലഭിക്കുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയുടെ മഹത്വം. ശ്രീമദ് ഭഗവത്ഗീത സർവശാസ്ത്രങ്ങളുടെയും അമ്മയാണ്. സ്വയം ഈശ്വരൻ നേരിട്ട് അരുളിയ ഈശ്വരീയ ജ്ഞാനാമൃതമാണ്. വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും സാരസർവസ്വമാണ്. മാനവനെ മാധവനാക്കാനുള്ള ഈശ്വരീയ ജീവിതക്രമമാണ് ഗീത. ശ്രീമദ് ഭഗവത്ഗീത അന്ന് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തു. ഇന്ന് എന്താണ് അതിന്റെ പ്രസക്തി എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. വർത്തമാന സമയത്ത് ലോകം കലിയുഗത്തിന്റെ ഘോരമായിട്ടുള്ള അന്ധകാരത്തിലാണ്. മദ്യപാനം, പുകവലി, അപകടങ്ങൾ, ഹിംസ, ക്രൂരത തുടങ്ങിയവയെല്ലാം ഇത്രയും കാലം ഉണ്ടായിട്ടുള്ളതിനേക്കാളെല്ലാം വളരെ കൂടുതലാണ്. ആത്മഹത്യകൾ, കുടുംബ കലഹങ്ങൾ, ജനസംഖ്യാ വർധനവ്, അതുമൂലം ഉണ്ടായിട്ടുള്ള പല 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 പ്രശ്നങ്ങൾ തുടങ്ങിയവയുടെ കരാളഹസ്തങ്ങളിൽ പെട്ടുഴലുന്ന മാനവന് ശ്രീമദ് ഭഗവത്ഗീത ഇന്ന് വളരെ വളരെ അത്യാവശ്യമാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ശ്രീമദ് ഭഗവത്ഗീതയിലുണ്ട്. നാം ജീവിക്കുന്ന ഈ ലോകത്തിന്റെ ചിത്രം നമുക്കൊന്ന് കാണാം. പുറമെ ഈ 2 കണ്ണുകൊണ്ട് കാണുമ്പം ലോകം വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. സയന്റിഫിക്കലി, ടെക്നോളജിക്കലി നമ്മൾ വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എന്ന് തോന്നാം. വിരൽ തുമ്പത്താണ് ലോകം കറങ്ങുന്നത്. പണ്ടത്തെ പോലെ വെള്ളം കോരണ്ട, സ്വിച്ച് ഓൺ ചെയ്താൽ മതി. വെള്ളം ടാങ്കിലെത്തും, എവിടെ തിരിക്കുന്നു അവിടെയൊക്കെ വെള്ളം കിട്ടും. തുണി അലക്കി വൃത്തിയാക്കി തരും, ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം മതി. എല്ലാ കാര്യങ്ങളും ഇന്ന് യന്ത്രവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ജീവിതം സുഖം ശാന്തി സമ്പന്നമാണ് എന്നൊരു മിഥ്യാബോധത്തിലാണ് മാനവകുലം. ഒന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ, കാര്യമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, പണ്ടുണ്ടായിരുന്ന യഥാർത്ഥമായിട്ടുള്ള സ്നേഹം,
ആ സംബന്ധങ്ങളിലുണ്ടായിരുന്ന അടുപ്പം അത് ഇന്നില്ലാതായി തീർന്നിരിക്കുന്നു. കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും അകന്നകന്ന് മാനസികമായിട്ടുള്ള അകൽച്ച അനുഭവിക്കുന്ന പരിസ്ഥിതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. മനുഷ്യൻ എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഒരു അവസ്ഥയാണ് വർത്തമാന സമയത്ത്. യാതൊരു മനസാക്ഷി കുത്തലുമില്ല. മാനവകുലത്തെക്കുറിച്ച് പേടിയോ പാപകർമ്മം ചെയ്യാനുള്ള പേടിയോ ദൈവത്തെക്കുറിച്ചുള്ള പേടിയോ ഒന്നും ഇല്ലാണ്ടായി തീർന്നിരിക്കുകയാണ്. ഭയം വേണ്ട, പക്ഷെ ഒരു നിയന്ത്രണം വേണ്ടേ? ഇതിങ്ങനെ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മൂന്നാമത്തെ ലോകമഹായുദ്ധം ഉണ്ടാവും. ഇനി മുമ്പുണ്ടായിരുന്ന 2 ലോകമഹായുദ്ധം പോലെ ആയിരിക്കില്ല ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടായാലത്തെ അവസ്ഥ. ഈ ഭൂമി എത്ര അതിശയകരമായ സൃഷ്ടിയാണ്! എന്തെല്ലാം രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷികളെ നോക്കി എന്ത് ചന്ത, പൂക്കളെ നോക്കി എന്ത് രസാ കാണാൻ. ഇവിടെ ഇല്ലെന്നുള്ള വാക്കേ ദൈവം വെച്ചിട്ടില്ല. മറ്റെല്ലാ ഗോളങ്ങളോട് ഉപമിക്കുമ്പം ഈ ഭൂമി തികച്ചും വ്യത്യസ്തമാണെന്ന് വാനനിരീക്ഷകന്മാരും പറയുന്നുണ്ട്. ജീവന്റെ തുടിപ്പ് ഈ ഭൂമിയിൽ മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ ഇതുവരെ. പക്ഷെ ഈ ഭൂമിയും നാളെ മറ്റെല്ലാ ഗോളങ്ങളെ പോലെ സൂര്യന് ചുറ്റും മൂകമായി, ഒരു അനക്കമില്ലാണ്ട്, ഒരു ശബ്ദമില്ലാതെ കോടാനുകോടി വർഷങ്ങളോളം കറങ്ങിക്കൊണ്ടിരിക്കേണ്ടി വരും നമ്മൾ ഇങ്ങനെ പോയാൽ. ഇതിനൊരു പരിവർത്തനം കൊണ്ടുവരാൻ ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് തീർച്ചയായും കഴിയും. അശ്വത്ഥാമാവ് പാണ്ഡവകുലം മുഴുവനും മുടിയട്ടെ എന്ന ഉദ്ദേശത്തോടെ ബ്രഹ്മാസ്ത്രം തൊടുത്തു. ആ സീനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതേപോലെ ഇന്ന് മാനവകുലം സ്വയത്തെ തന്നെ മുടിക്കാനുള്ള ആയുധങ്ങളാണ്, മാരകമായ ആയുധങ്ങളാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഒരിക്കൽ ഒരു ഗുരുവിന് 4 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരു ശിഷ്യൻ മരമണ്ടനായിരുന്നു, അവനൊന്നും പഠിച്ചില്ല. ബാക്കി 3 പേരും ഗുരുവിൽ നിന്ന് കല പഠിച്ച് ഗുരുദക്ഷിണയൊക്കെ കൊടുത്ത് അനുഗ്രഹം വാങ്ങി വീട്ടിലേക്ക് മടങ്ങാണ്. വഴി മധ്യേ അവർക്കൊരു കാട്ടിക്കൂടെ കടന്നു പോകണമായിരുന്നു. സന്ധ്യയായപ്പം ഇനി മൃഗങ്ങളൊക്കെ ഇറങ്ങും, അതുകൊണ്ട് നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് വിശ്രമിച്ചതിന് ശേഷം പോകാം എന്നവർ തീരുമാനിച്ചു. മണ്ടനായിട്ടുള്ളവനോട് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഇവർ 3 പേരും കുറച്ച് സമയം കാവലിരിക്കാം, എന്തെങ്കിലും മൃഗങ്ങൾ വരുമ്പോൾ എല്ലാവരെയും വിളിച്ചുണർത്താം എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം കാവലിരിക്കുകയാണ്. ആദ്യത്തെ ആള് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉറക്കം വരാൻ തുടങ്ങി. അപ്പോൾ ഉറക്കം വരാതിരിക്കാനായി അവിടെ ഒരു വീണെടുക്കുന്ന മരത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഗുരു പഠിപ്പിച്ചു കൊടുത്ത കല, ശില്പം ഉണ്ടാക്കാനുള്ള കല, ആ മരത്തിൽ നിന്ന് അദ്ദേഹം ഒരു സിംഹത്തെ കൊത്തിയെടുത്തു. അതിനുശേഷം 2ാമത്തെ ആളെ വിളിച്ചുണർത്തി അദ്ദേഹം കിടന്നുറങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഉറക്കം വന്നപ്പം ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. 2ാമത്തെ ആൾക്ക് ഉറക്കം വരാൻ തുടങ്ങിയപ്പം അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്ത കലയാണ് ഏത് ശില്പത്തിനെയും മജ്ജയും മാംസവും രക്തക്കുഴലുകളും അവയവങ്ങളൊക്കെ ഉള്ളതാക്കി മാറ്റാനുള്ള കല. ആ സിംഹത്തെ അങ്ങനെയാക്കി. അപ്പോഴേക്കും നേരം വെളിച്ചയായി. എല്ലാവരെയും വിളിച്ചുണർത്തി ഇനി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ 3ാമത്തെ ശിഷ്യൻ പറഞ്ഞു, നിങ്ങൾ 2 പേരും ഗുരു പറഞ്ഞ വിദ്യ ചെയ്തതുപോലെ ഞാനും എനിക്ക് ഗുരു പഠിപ്പിച്ചു തന്ന വിദ്യ ചെയ്യാം എന്ന് പറഞ്ഞു. അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്ത വിദ്യയാണ് അങ്ങനെയുള്ള പ്രതിമയ്ക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ വിദ്യയായിട്ടുള്ള കുട്ടി പറഞ്ഞു, എടാ നിങ്ങളതിന് ജീവൻ കൊടുത്താൽ നമ്മളെ പിടിച്ച് തിന്നില്ലേ, അത് കാരണം വേണ്ട നമുക്ക് പോകാമെന്ന് പറഞ്ഞു, ജീവൻ വെപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. ഇവർ 3 പേരും അവനെ പരിഹസിച്ചു. ഇപ്പോഴാ മരമണ്ട, നിനക്കൊന്നും മനസ്സിലാവാത്ത കാരണം ഞങ്ങൾ ഞങ്ങളുടെ കല കാണിച്ചുകൊണ്ട് നിനക്ക് അസൂയയാണ്, അവിടെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിനക്ക് പേടിയാണ്, നീ ആ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നോ, ഞങ്ങളിനി ജീവൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ശരി ഞാൻ മുകളിൽ പോയതിന് ശേഷം പിന്നെ നിങ്ങൾ ജീവൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അവൻ മുകളിൽ കയറി. അപ്പോഴേക്കും നീ കയറിക്കോ, അപ്പോഴേക്കും അതിന് ജീവൻ വരുള്ളൂ എന്ന് ഇവർ 3 പേരും പറഞ്ഞു. അതിനുശേഷം ഈ 3ാമത്തെ വ്യക്തി അയാളുടെ കല ഉപയോഗിച്ച് സിംഹത്തിന് ജീവൻ കൊടുത്തു. ജീവൻ വന്ന സിംഹം വിശന്നിരിക്കുകയല്ലേ, ഇവർ 3 പേരുടെയും കഥ കഴിച്ചു. ഇപ്പൊ സത്യത്തിൽ മരമണ്ടൻ ആരാണ്? ഒന്നും പഠിക്കാതെ അല്ലെങ്കിൽ ആ മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന അവനാണോ അത് ഇവർ 3 പേരാണോ? ഏകദേശം അതുപോലെയാണ് നമ്മൾ ബുദ്ധിസാമർത്ഥ്യം ഉപയോഗിച്ച് ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ആയുധങ്ങളെല്ലാം നമ്മുടെ സ്വന്തം കുലത്തെ നശിപ്പിക്കാൻ. ഒരിക്കൽ ഞാനൊരു ചിത്രം കണ്ടു. കുരങ്ങന്മാര് നിരനിരയായിട്ട് നിൽക്കുന്നു, വളരെ വലിയ ജാഥയായിട്ട്. അവരുടെയൊക്കെ കയ്യിൽ കൊടിയുണ്ട്, പ്ലക്കാർഡ്സ് ഉണ്ട്. പ്ലക്കാർഡ്സിൽ അവരവരുടെ ബാനറുണ്ട്. പ്ലക്കാർഡ്സിലും ബാനറിലും ഒക്കെ അവരവരുടെ ആവശ്യം എഴുതി വെച്ചിട്ടുണ്ട്. അവരെഴുതിയിരിക്കുകയാണ്, ഈ മനുഷ്യർ പറയാണ് ഞങ്ങളാണ് അവരുടെ കുലത്തിന്റെ മുതിർന്നവർ എന്ന്, ഞങ്ങളിൽ നിന്നാണ് അവരുണ്ടായത് എന്ന്.
അവരുടെ പൂർവ്വജന്മാർ കുരങ്ങന്മാരായിട്ടുള്ള ഞങ്ങളാണ് എന്ന്. നോക്കിയാൽ ഞങ്ങൾക്ക് എന്തോ ഒരുമയാണ്. ഞങ്ങൾ എത്ര ലക്ഷം പേരാണ് ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഈ ജാഥയിൽ. ഈ മനുഷ്യർ അത്ര മണ്ടന്മാരാണ്. സ്വന്തം കുലത്തോട് പോലും സ്നേഹമില്ല, കൂറില്ല. സ്വന്തം കുലത്തെ നശിപ്പിക്കാനുള്ള ഈ മാരകമായിട്ടുള്ള ആയുധങ്ങളും ബോംബുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവർ ഞങ്ങളെ അവരുടെ പൂർവ്വജന്മാരാണ് എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും? ഇത് ഞങ്ങളുടെ കുലത്തിന് തന്നെ അപമാനമാണ്. അവർ ഈ വാക്ക് തിരിച്ചെടുക്കണം. അതിനാണ് ഞങ്ങൾ ഈ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന്. എത്ര ശരിയാണ്. ആ കുരങ്ങന്മാരെക്കാളും മണ്ടന്മാരായി തീർന്നില്ലേ നമ്മൾ? വർത്തമാന സമയത്ത് ഓരോ വ്യക്തിക്കും തൻ്റെ ജീവിതത്തിലൂടെ ചില നിർണായക ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരാറുണ്ട്. നമ്മളൊന്ന് ശരിക്കും പിടിച്ച് ഉലച്ച് കുലുക്കുന്ന പരീക്ഷണങ്ങൾ, പ്രശ്നങ്ങളെ നമുക്ക് നേരിടേണ്ടി വരാറുണ്ട്. ചിലർ ഈ പരീക്ഷണങ്ങളെ അതിജീവിച്ച് ജീവിതത്തെ സഫലമാക്കുന്നു. പക്ഷെ മറ്റു ചിലർ ഈ സംഘർഷങ്ങളിൽ പെട്ട് അവരുടെ ജീവിതത്തെ തന്നെ നഷ്ടപ്പെടുത്തുന്നു. എല്ലാ മനുഷ്യരും 2 തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. ഒന്ന് ദൈവിക കർമ്മങ്ങൾ, ഇനിയൊന്ന് ആസുരീയ കർമ്മങ്ങൾ. എങ്ങനത്തെ കർമ്മം ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. മറ്റുള്ളവർ എന്ത് ചെയ്താലും നമുക്ക് അങ്ങോട്ട് നല്ലത് ചെയ്യാം, അതിന് തെറ്റൊന്നുമില്ല. സാധാരണക്കാര് ആക്ഷന് റിയാക്ഷനാണ്. മറ്റുള്ളവർ എങ്ങനെ ചെയ്യുന്നു അതിനനുസരിച്ച് ചെയ്യാറ്. അവർ നുണ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത് എന്ന് പറയും. നുണ പറയുന്നത് തെറ്റാണ്, സമ്മതിച്ചു. ദേഷ്യപ്പെടുന്നത് ശരിയാണോ? അതും തെറ്റല്ലേ? നുണ പറയുന്നവരോട് ദേഷ്യപ്പെടാതെ കാര്യം പറഞ്ഞു കൊടുക്കണം. അതിന് പേരാണ് ദൈവിക കർമ്മങ്ങൾ. അല്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെയാണോ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെ എത്തിച്ചേരും? നമ്മുടെ കർമ്മം നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. മറ്റുള്ളവരുടെ കയ്യിലേക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. വലിയ വലിയ ടവേഴ്സ് ഉണ്ട്, അതിൻ്റെ അസ്ഥിവാരം വളരെ സ്ട്രോങ് ആണ്. എത്ര വലിയ ഉയരങ്ങളിൽ എത്ര ഉയരമുള്ള ടവറാണോ അത്രത്തോളം ശക്തിശാലിയായിരിക്കും അസ്ഥിവാരം. അതേപോലെ ആർക്കാണോ നല്ല സ്വഭാവവും സംസ്കാരവും ഉള്ളത് അവർക്ക് ടവർ പോലെ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും, ഗോപുരം പോലെ വളർന്നുകൊണ്ടിരിക്കാൻ സാധിക്കും. കടലിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, അത് കപ്പലിനൊരു പ്രശ്നമില്ല. കപ്പലിനുള്ളിലേക്ക് വെള്ളം കയറാതിരുന്നാൽ മതി. അതേപോലെ പുറമെ എത്ര ചീത്തയായിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമുക്കതൊരു പ്രശ്നമേ അല്ല. നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈശ്വരൻ നമ്മളെ രക്ഷിക്കാൻ സാധിക്കും. ഒരു കോഴിക്ക് പോലും വിവരമുണ്ട്. അതിലെതിരെങ്കിലും ഒരു പരുന്ത് പറന്നാൽ വേഗം തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ്റെ ഇടയിൽ ഒളിപ്പിച്ച് വെക്കും. കോഴിക്കുള്ള വിവരം ഈശ്വരനില്ലേ? ഈശ്വരൻ നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ലേ? ഭഗവാൻ സർവശക്തിമാനാണ്. ഏത് ശക്തിക്ക് നമ്മൾ ഒന്നും ചെയ്യാതെ രക്ഷിക്കാൻ ഈശ്വരന് സാധിക്കും. ഇത്രയും കപടതയും വക്രതയുള്ള ഒരു മനുഷ്യൻ, ശകുനിയെപ്പോലെ അത്ര കുടിലതയുള്ള ഒരു വ്യക്തി വേറെ ഉണ്ടാവില്ല. എല്ലാ അധികാരവും കയ്യിലുള്ള ധൃതരാഷ്ട്രർ, ഇവരിൽ നിന്നൊക്കെ സൂര്യയുടെ അറ്റം കൊണ്ടുള്ളൊരു പോർല് പോലും ഏൽക്കാതെ പാണ്ഡവന്മാരെ ഭഗവാൻ രക്ഷിച്ചില്ലേ? എന്താണ് അതിന് കാരണം? തിന്മകളുടെ ഇടയിലും അവർ നന്മ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. താമരപ്പൂവിനൊരു വിശേഷതയുണ്ട്. അഴുക്കിലാണ് അത് ജനിക്കുന്നത്, വളരുന്നത്. അതിൻ്റെ മുഴുവനും പരിവാരം ഇലയും തണ്ടും വേരും മൊട്ടും ഒക്കെ ചെളിയിലാണ്. പക്ഷെ താമരപ്പൂ ചെളിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. താമരപ്പൂവിനൊരു വിശേഷതയുണ്ട്, ചെളിയെ അകറ്റി നിർത്താൻ സാധിക്കും. അതിൻ്റെ ഒരു പരിധി വരെ, ഒരു ഏരിയ വരയ്ക്കും ചെളിക്ക് അടുത്തേ വരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ദേവന്മാരെ താമരപ്പൂവിൻ്റെ മുകളിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അല്ലെങ്കിൽ 10-70 കിലോ 80 കിലോ ഭാരമുള്ള ആൾക്കാർക്ക് താമരപ്പൂവിൻ്റെ മുകളിൽ ഇരിക്കാൻ പറ്റും? ഇത് മുഴുവനും സിംബോളിക്കാണ്. അതിൻ്റെ പിറകിൽ ഒരു തത്വാർത്ഥമുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ അങ്ങനെയായിരിക്കണം എന്നാണ് ദേവന്മാർ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അവരുടെ ഓരോ അംഗത്തെയും താമരപ്പൂടെ ഉപമിക്കാറ്. കമലനയനം, കമലഹസ്തം, പാദാരവിന്ദം, മുഖാരവിന്ദം എന്നൊക്കെയാണ് പറയാറ്. കയ്യിലും താമരപ്പൂവാണ് പിടിച്ചിരിക്കുന്നത്, താമരപ്പൂടെ മാലയിട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയും പുറമേയുള്ള വിഷയങ്ങളുടെ ഇൻഫ്ലുവൻസിൽ പെടാതെ, അതിന് വശംവദരാകാതെ നമ്മുടെ അകത്തുള്ള സാത്വികതയെ, നന്മകളെ മനസാ വാചാ കർമ്മണ നിരന്തരം കൊണ്ടുവരണം. അതാണ് ദൈവീ കർമ്മം എന്ന് വെച്ച അർത്ഥം. കലികാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇഷ്ടം പോലെ പരീക്ഷകളും പരീക്ഷണങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പക്ഷേ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും സത്യത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമായതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈശ്വരൻ തീർച്ചയായിട്ടും നമ്മളെ രക്ഷിക്കും. ഏത് ശക്തിക്കും നമ്മൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ സമ്പൂർണ്ണമായിട്ടും സുരക്ഷിതരാണ് എന്ന് നമുക്ക് ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കും. ജീവിതവും എക്കോ ആണ്.
നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് തിരിച്ചു വരിക. വിജനമായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മൾ എന്ത് പറയുന്നോ നമ്മളിലേക്ക് മടങ്ങി വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മൾ ഇന്ന് വിതയ്ക്കുന്നതാണ് നാളെ നമ്മുടെ ജീവിതത്തിൽ വളർന്ന് വലുതായി പൂവും കായും പിഞ്ചും പഴമൊക്കെ ആയിട്ട് വരാൻ പോണത്. അതുകൊണ്ട് നല്ലത് വിതച്ചാൽ ഇത്രയും കാലം നമ്മൾ എന്ത് ചെയ്തു അത് പോട്ടെ, സാരില്ല, അത് കഴിഞ്ഞു, അതിപ്പോൾ മാറ്റാൻ പറ്റില്ല. പക്ഷെ ഇനി എന്ത് വിതയ്ക്കണം അത് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ഭാവി സുഖവും ശാന്തിയും സന്തോഷവും ഐശ്വര്യം നിറഞ്ഞതായി തീരും. നമ്മുടെ കർമ്മം പാപകർമ്മമാണെങ്കിൽ ജീവിതം തീർച്ചയായിട്ടും ദുഃഖത്തിൽ പര്യവസാനിക്കും. തേനീച്ച ഈച്ചയാണ്. പൂവിലും മകരന്തത്തിലും തേനിലും ഒക്കെ പോയിരിക്കുന്ന ഈച്ചയും ഈച്ചയാണ്. അഴുക്കിലും വൃത്തികേടിലും മലത്തിലും ജലത്തിലും ഒക്കെ പോയിരിക്കുന്ന ഈച്ചയും ഈച്ചയാണ്. ആ ഈച്ചയ്ക്ക് ആരുമില്ല, ഒറ്റപ്പെട്ടാ കഴിയാറ്. പക്ഷെ തേനീച്ചയ്ക്ക് എപ്പോഴും ഒരു കുടുംബമുണ്ട്, ഒരു പരിവാരമുണ്ട്. അതേപോലെ നമ്മുടെ ജീവിതവും എല്ലാവരുടെയും നന്മകൾ മാത്രം കാണുകയാണ്, എല്ലാവരിലുള്ള നല്ല വശം മാത്രം കാണുകയാണ്, നന്മകൾ മാത്രം നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങൾ നമ്മൾ സൂക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്നും 4 ആളുണ്ടാവും. ചിലർ പറയാറുണ്ട്, നോക്കി നീ അന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, 15 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യം ഇന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഇപ്പോഴും ഇന്നലെ നടന്ന പോലെ എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറയും. എന്തോ വലിയ നല്ല കാര്യം ചെയ്തു എന്ന് അവരുടെ വിചാരം. ഈ മറക്കേണ്ട കാര്യങ്ങളൊക്കെ, ദുഃഖം തരുന്ന കാര്യങ്ങളൊക്കെ ഈ 15 കൊല്ലം ചുമന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ച് വെറുതെ തന്നെ ദുഃഖിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതെന്നോ മറക്കേണ്ടതായിരുന്നു. ഈ വേണ്ടാത്ത ചപ്പും ചവറും വേസ്റ്റും ഒക്കെ നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചാൽ ഭഗവാൻ അവിടെ ഇരിക്കില്ല. ഈശ്വരൻ പറയാറുണ്ട്, ക്ലെൻലിനെസ് ഇസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ്. ഈശ്വരന് വേണ്ടത് ശുദ്ധിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞത്, മനസ്സാകുന്ന കണ്ണാടിയെ എന്നും തുടച്ച് മാലിന്യങ്ങളില്ലാതെ വൃത്തിയാക്കി സൂക്ഷിക്കണം. കണ്ണാടിയിൽ പൊടിപടലങ്ങളൊന്നും ഇല്ലെങ്കിൽ പ്രതിബിംബം സ്പഷ്ടമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലും ഇപ്രകാരമുള്ള അഴുക്കും മാലിന്യങ്ങളും ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരമാത്മ പ്രതിബിംബം സ്പഷ്ടമായിട്ട് തെളിയും. ഈശ്വരൻ ഓർമ്മിക്കുമ്പം ഏകാഗ്രതയോടെ ഓർമ്മിക്കാൻ പറ്റും. മഹാഭാരതം നമ്മുടെ മനസ്സിൽ നടക്കുന്ന യുദ്ധമാണ്. കർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നും പറയാറുണ്ട്. ഒരു കാലത്ത് ഈ കർമ്മക്ഷേത്രം ധർമ്മക്ഷേത്രമായിരുന്നു. ഓരോരുത്തരുടെയും മനസ്സിൽ സത്യവും ധർമ്മവും നിലവിലുണ്ടായിരുന്നു. മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, കള്ളപ്പറയില്ല, ചെറുനാഴിയില്ല, എള്ളോളമില്ല പൊളിവചനം എന്ന് പാടി പുകഴ്ത്തപ്പെട്ട ഒരു കാലഘട്ടം ഈ ഭൂമിയിലുണ്ടായിരുന്നു. സത്യയുഗം, കൃതയുഗം എന്നൊക്കെയാണ് ആ കാലഘട്ടത്തെ വർണ്ണിച്ചിരുന്നത്. നുണ പറഞ്ഞാൽ മരിച്ചു പോകും എന്നാ പറയുന്നത്. അതുകൊണ്ട് അവിടെ ജീവിച്ചിരിക്കുന്നവർ ഒരു നുണ പോലും പറയാത്തവരാണ്, സത്യത്തിന്റെ വഴിയിലൂടെ നടക്കുന്നവരാണ്, സുഹൃതം ചെയ്യുന്നവരുടെ കാലഘട്ടം എന്നർത്ഥത്തിലാണ് കൃതയുഗം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു കാലം ഭൂമിയിലുണ്ടായിരുന്നു. കാലക്രമേണ സാവകാശം ഈ ധർമ്മങ്ങളും മൂല്യങ്ങളും നഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ കൃതയുഗം കലിയുഗമായിട്ട് പര്യവസാനിച്ചു. വർത്തമാന സമയത്ത് എല്ലാവരുടെയും മനസ്സിൽ യുദ്ധം നടക്കുന്നുണ്ട്. ധർമ്മത്തിനും അധർമ്മത്തിനും ഇടയിലുള്ള യുദ്ധം. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളും ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഓരോ കുടുംബത്തിലും അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രയെ കാണാൻ സാധിക്കും. ധൃതരാഷ്ട്രർ പുറമേയുള്ള 2 കണ്ണുകൾ കൊണ്ട് മാത്രമല്ല അന്ധൻ, അകക്കണ്ണുകൊണ്ടും അന്ധനാണ്. പുത്രമോഹത്തിന് വശപ്പെട്ടതുകൊണ്ട് കണ്ണിന് തിമിരം ബാധിച്ചവരാണ് ധൃതരാഷ്ട്രന്മാർ. മരുമകൾ എന്ത് ചെയ്താലും കുറ്റം, മകള് ചെയ്യണതൊക്കെ ശരി, മകൻ ചെയ്യണതൊക്കെ ശരി, മരുമകളുടെ കുറ്റക്കാരി. അതേപോലെ അമ്മ എന്ത് ചെയ്താലും അതൊക്കെ ശരിയാണ്, അമ്മായിമ്മ എന്ത് ചെയ്താലും അതൊക്കെ തെറ്റാണ്. ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ധൃതരാഷ്ട്രർ എന്ന് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മഹാഭാരതം ഇന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് എന്നും പ്രസക്തിയുണ്ട്. Those who have got sight are blessed. Those who have got insight are 1000 times blessed എന്നാണ് പറയാറ്. ആ ഇൻസൈറ്റിന്റെ അഭാവമാണ് ധൃതരാഷ്ട്രയുടെ അന്ധത. പുത്രമോഹത്തിന് അടിമപ്പെട്ട ധൃതരാഷ്ട്രയെ പോലെയുള്ളവർ ധർമ്മഭാഗത്ത് നിൽക്കുന്നവർക്ക് 5 ഗ്രാമങ്ങൾ പോയിട്ട് സൂചി കുത്താനുള്ള ഇടം പോലും തരില്ല. അതായത് ഇപ്രകാരമുള്ളവർ ധർമ്മത്തിന്റെ പാതയിൽ കൂടെ നടക്കുന്നവർക്ക് തങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കില്ലെന്ന് മാത്രമല്ല, അവരെ സുഖമായിട്ട് ജീവിക്കാൻ അനുവദിക്കുകയുമില്ല. കർമ്മത്തിന്റെ ഗഹനഗതി മനസ്സിലാക്കാതെ, ഒരു വിചാരമില്ലാതെ, എന്തും ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത ശകുനിയെ പോലത്തെ കഥാപാത്രങ്ങളെ നമുക്കിന്ന് യഥേഷ്ടം കാണാൻ സാധിക്കും. സിനിമയിലൂടെയും മാധ്യമങ്ങളിലൂടെയും
വരും തലമുറകളുടെ സംസ്കാരത്തെ അധപതിപ്പിക്കുന്ന കാര്യങ്ങൾ എത്ര ഈസി ആയിട്ടാണ് ആൾക്കാർ ചെയ്തു വരുന്നത്. ഇത് ലോകത്തെ എവിടെ കൊണ്ടെത്തിക്കും, ഇങ്ങനെ പോയ ലോകത്തിന്റെ ഭാവി എന്തായി തീരും എന്നൊന്നും ചിന്തിക്കാതെ ഞങ്ങൾക്ക് കാശുണ്ടാക്കിയാൽ മാത്രം മതി, ഞങ്ങളുടെ പോക്കറ്റ് വീർപ്പിച്ചാൽ മാത്രം മതി എന്നതാണ് ആൾക്കാരുടെ വിചാരം. സിനിമയിൽ കാണിക്കുന്നുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ മോശമാണ്, പോലീസും പട്ടാളമൊക്കെ അവരുടെ നിയന്ത്രണത്തിലാണ്, കോടതിയിൽ അന്യായമാണ് ന്യായമായിട്ട് പറയുന്നത്, നുണ പറഞ്ഞാലേ സത്യത്തെ പോലും ജയിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്ന നിലയാണ്. അതുകൊണ്ട് നാട്ടിൽ ധർമ്മവും നീതി ഉണ്ടാവണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം. അങ്ങനെ ജനങ്ങളങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇന്നും മനുഷ്യന്റെ മനസ്സിൽ ധർമ്മമുള്ളത് കൊണ്ടാണ് ലോകം ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ പട്ടാളം എന്ത് ചെയ്യാൻ പറ്റും? പോലീസ് എന്ത് ചെയ്യാൻ പറ്റും? കോടതിയും കച്ചേരിയും ജഡ്ജും വക്കീലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇന്നും ഈ കലികാലം ഇത്രത്തോളം അധപ്പതിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ധർമ്മമുണ്ട്. അതുകൊണ്ടാണ് ലോകം ഇത്രയൊക്കെ ചിറ്റോടുകൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നിയന്ത്രണം ഇല്ലാണ്ടാക്കത്തക്ക രീതിയിലുള്ള സിനിമകളും സാഹിത്യങ്ങളും രചിക്കുമ്പോൾ ഇവരാണ് ശകുനികൾ. അങ്ങനെയുള്ള ശകുനികളെ നമുക്കിവിടെ യഥേഷ്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ ഞാനൊരു കാർട്ടൂൺ ചിത്രം കണ്ടായിരുന്നു. അതിൽ വലിയൊരു കോൺഫറൻസ് നടക്കുകയാണ്. രാജ്യത്തിലെ മുഖ്യമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും സയന്റിസ്റ്റും എല്ലാം പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ്. അതിൽ ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന വ്യക്തി കയ്യിലൊരു വടി വെച്ചിട്ടുണ്ട്. ബോർഡിൽ ലോകത്തിന്റെ മാപ്പ് തൂക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, നോക്കിയേ, നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ ആയുധങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആറ്റം ബോംബുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വിറ്റഴിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടമാണ്, ഒത്തിരി കാശായി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ വിറ്റഴിക്കാനായിട്ട് ഈ ലോക മാപ്പിൽ ഏത് രാജ്യങ്ങൾ തമ്മിൽ നമുക്ക് വഴക്കുണ്ടാക്കിപ്പിക്കാൻ പറ്റും, എന്ത് കാരണം പറഞ്ഞ് വഴക്കുണ്ടാക്കിപ്പിക്കാൻ പറ്റും എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളിപ്പോൾ ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. അതാണ് ഈ മീറ്റിംഗിന്റെ ഉദ്ദേശം എന്ന്. ഇതാണ് ശകുനിയുടെ കുതന്ത്രം.